ഹലോ മൈ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫഡ്ജി ചോക്ലേറ്റ് ബ്രൗണി ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓൾ ആക്കി വെക്കുക. അപ്പോൾ ഐ വെൽക്കം യു ഓൾ ടു പ്ലാറ്റേഴ്സ് മലയാളം. അപ്പോൾ ഞാനിവിടെ ബ്രൗണി ഓവൻ ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ള പാത്രം ആദ്യം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു നല്ല കട്ടിയുള്ള പാത്രം എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഉപ്പിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡും വെച്ച് കൊടുക്കാം. ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പാത്രത്തിന് നമുക്കൊന്ന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ കേക്കിനൊക്കെ ചെയ്യില്ലേ, അതുപോലെ തന്നെ. ഓവൻ ഇല്ലെങ്കിലും നമ്മൾ ബ്രൗണി സൂപ്പറായിട്ട് ഇങ്ങനെ ബേക്കായി കിട്ടും കേട്ടോ. ഇനി നമ്മളുടെ ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു 6 ഇഞ്ചിൻ്റെ പാനാണ് യൂസ് ചെയ്യാൻ പോണത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഈ കടയിൽ നിന്നൊക്കെ ബ്രൗണി കിട്ടുന്നത് നമുക്ക് സ്ക്വയർ ഷേപ്പിലല്ലേ, അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ബ്രൗണി ബേക്ക് ആയതിന് ശേഷം എടുക്കാൻ എളുപ്പത്തിനാണ് ഈ 4 സൈഡും നമ്മൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 100 ഗ്രാം ഡാർക്ക് കമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 110 ഗ്രാമൊക്കെ വരും കേട്ടോ. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്ന ബട്ടറാണ്. ഇനി നമുക്ക് ഈ ബട്ടറും ചോക്ലേറ്റും ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഈ ചോക്ലേറ്റിൻ്റെ പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം തിളയ്ക്കുമ്പോൾ വരുന്ന ആവി കൊണ്ട് തന്നെ നമ്മുടെ ചോക്ലേറ്റും ബട്ടറും മെൽറ്റായി കിട്ടും. ഇതിന് ഡബിൾ ബോയിലർ മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ചോക്ലേറ്റ് വെച്ചിരിക്കുന്ന ബൗൾ പൊട്ടാത്ത ബൗളാണ് കേട്ടോ, അത് സൂക്ഷിക്കുക. പിന്നെ ഈ ബൗളിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും പാടില്ല കേട്ടോ. എന്താണെന്നറിയോ, അല്ലെങ്കിൽ നമ്മൾ ബ്രൗണി ബേക്കായി വരുമ്പോണ്ടല്ലോ അതിൻ്റെ ടെക്സ്ചർ ശരിയാവില്ല. പിന്നെ ഈ ബ്രൗണി കേക്ക് പോലെയല്ലല്ലോ, നമ്മൾ കേക്ക് ഭയങ്കര സോഫ്റ്റ് അല്ലേ, പക്ഷേ ഈ ബ്രൗണി അതുപോലെയല്ല. ഈ ബ്രൗണി ഉള്ളിൽ നിന്ന് നല്ല മോയിസ്റ്റ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ മേൾഭാഗം മരുഭൂമി പോലെ ആയിരിക്കും. പിന്നെ നമ്മൾ ബ്രൗണി കടിക്കുമ്പോണ്ടല്ലോ കുറച്ച് കേക്കിനേക്കാളും കുറച്ച് കട്ടി ഉണ്ടാവും, കുറച്ച് ച്യൂയി ടെക്സ്ചർ ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതേ നമ്മൾ ബട്ടറും ചോക്ലേറ്റും നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുവന്നതിന് ശേഷം യൂസ് ചെയ്യാം. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് നമുക്കതിലേക്ക് 1 കപ്പ് മൈദ അരിച്ചെടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരു വിസ്ക് ഉണ്ടായാൽ മതി, നമുക്ക് സെറ്റപ്പാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ മുട്ടേനെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര നമുക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ, എന്നാലും അത് കറക്റ്റായിട്ട് അലിഞ്ഞ് കിട്ടുള്ളൂ. പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഈ പഞ്ചസാര നന്നായി അലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വിസ്ക് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചോക്ലേറ്റ് ബട്ടർ മിക്സ്ചർ റൂം ടെമ്പറേച്ചറിൽ എത്തിയതിന് ശേഷം മാത്രം ഇതിൽ ചേർക്കാവുള്ളൂ കേട്ടോ. ഇനി നമ്മളുടെ മൈദ മിക്സ്ചർ ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്താൽ മതി കേട്ടോ, ഒട്ടും കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ബ്രൗണിയുടെ ബാറ്റർ ഉണ്ടല്ലോ, അത് നമ്മളെ കേക്കിനേക്കാളും കുറച്ചും കൂടി കട്ടി ഉണ്ടാവും കേട്ടോ. ഇത് നോക്കിയേ, ഇതുപോലെ ഉണ്ടാവും കേട്ടോ നമ്മളുടെ ബാറ്റർ. ഈ ചോക്ലേറ്റ് മിക്സ്ചർ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും അല്ലേ. ഇനി ഇതിനെ നമുക്ക് നമ്മളുടെ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി വെച്ച പാനിലേക്ക് മാറ്റാം. ഈ ബാറ്റർ കുറച്ച് കട്ടിയായതുകൊണ്ടേ തന്നെത്താൻ കേക്കിൻ്റെ ബാറ്റർ പോലെ എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ആവില്ല. അപ്പോൾ നമ്മൾ തന്നെ ഇതിനെ ഒന്ന് ലെവലാക്കി കൊടുക്കേണ്ടി വരും. ഇനി ഈ ബ്രൗണീനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് നട്ട്സ് വേണമെങ്കിൽ പൊടിച്ചിടാം കേട്ടോ, നട്ട്സ് ഇഷ്ടമാണെങ്കിൽ. പക്ഷേ ഞാൻ ഇനി ഇതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് നട്ട്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നട്ട്സ് ഇട്ട ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കാണാൻ. ഇനി ഈ പാനിനെ നമുക്ക് നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് അടച്ചു വെച്ച് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഒരു 30 മിനിറ്റ് വരെ എന്തായാലും തുറന്ന് നോക്കരുത് കേട്ടോ, എന്തായാലും വെന്തിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. ഇത് നമ്മളുടെ ഈ ബ്രൗണി ബേക്കായി കിട്ടുന്നത് പലർക്കും പല സമയമായിരിക്കും കേട്ടോ. നമ്മളെ ഗ്യാസിൻ്റെ ഫ്ലെയിം, നമ്മളെ ബാറ്ററിൻ്റെ തിക്നെസ്, അതൊക്കെ അനുസരിച്ചായിരിക്കും ബേക്കിംഗ് ടൈം. എനിക്കപ്പോൾ ഇതൊരു 50 മിനിറ്റിലാണ് ആയി കിട്ടിയ കേട്ടോ. പക്ഷേ നിങ്ങൾക്കും അത് 50 മിനിറ്റിൽ തന്നെ ആവണമെന്നില്ല കേട്ടോ, ചിലർക്ക് 1 മണിക്കൂർ എടുക്കും. അതുകൊണ്ട് ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഇതെൻ്റെ ഇപ്പോൾ ഒരു 50 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയായിരുന്നു, പക്ഷെ അപ്പോൾ അത് വെന്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് നോക്കാം, ഒരു ടൂത്ത് പിക്ക് ഇൻസെർട്ട് ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് വെന്തിട്ടുണ്ടോയെന്ന്. ആദ്യം നോക്കിയേ, ആകെ കുറച്ച് പൊടികൾ മാത്രമേ ഉള്ളൂ, നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി ഒരു റാക്കിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി തണുത്തതിന് ശേഷം മാത്രമേ ഇത് ഡിമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇതിന്ന് ഈ ബ്രൗണിയുടെ മുകൾഭാഗം കുറച്ച് ഹാർഡായിരിക്കും കേട്ടോ, കുറച്ച് ക്രസ്റ്റി ടൈപ്പ് ആയിരിക്കും, നമ്മൾ കേക്കിൻ്റെ പോലെ സോഫ്റ്റായി കിട്ടില്ല. നമ്മൾ ഈ പാനിൻ്റെ 4 സൈഡും ബട്ടർ പേപ്പർ വെച്ചോണ്ടേ ഈ നമുക്ക് ഈ ബ്രൗണി ഇതിന് ഡിമോൾഡ് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്. ചുമ്മാ അങ്ങനെ പൊക്കിയെടുത്താൽ മതി, എളുപ്പത്തിൽ കിട്ടും. കണ്ടില്ലേ ഇതേപോലെ. ഇനി ഈ ബട്ടർ പേപ്പർ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് നോക്കിയാൽ കണ്ടില്ലേ, ഇതുപോലെ എന്നിട്ട് നമ്മൾ ബ്രൗണിയുടെ ടെക്സ്ചർ.
ഇതിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇടാത്തതുകൊണ്ട് ഇത് കൂടുതലായിട്ട് പൊങ്ങി വരില്ല കേട്ടോ. അതുകൊണ്ട് പൊങ്ങാൻ കാത്തിക്കരുത്. ഇതിൻ്റെ ടെക്സ്ചർ തന്നെ ഇങ്ങനെയാണ്. നമ്മൾ നേരത്തെ ഡബിൾ ബോയിലർ മെത്തേഡ് വഴി നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തില്ലേ, അതുപോലെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ പാലോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നമുക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഈ ബ്രൗണിയുടെ മുകളിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാട്ടോ, ഇത് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ ഇതിന് മുകളിൽ നട്ട്സ് ഇട്ടുണ്ടെങ്കിൽ അതായാലും മതി, ഇങ്ങനെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. ഞാൻ ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിള്ളേർക്കൊക്കെ ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമല്ലേ, അപ്പോൾ ഇതിന് മുകളിൽ ചോക്ലേറ്റൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇത് ചോക്ലേറ്റൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് ഇതൊന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്കിതിനൊന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം കേട്ടോ. പിന്നെ കടയിലൊക്കെ സ്ക്വയറും റെക്ടാങ്കിളൊക്കെ അല്ലേ കിട്ടണേ, അപ്പോൾ ആ ഷേപ്പിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ വൈറ്റ് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബ്രൗണി കാണാൻ നല്ലൊരു ഭംഗിയില്ലേ, എളുപ്പമല്ലേ ഡിസൈൻ ചെയ്തെടുക്കാൻ. ഇങ്ങനെ ഒരു സ്പൂൺ ഉണ്ടായാൽ മതി, പൈപ്പിംഗ് ബാഗിൻ്റെ പോലും ആവശ്യമില്ല. നിങ്ങൾ എൻ്റെ ഡോണറ്റിൻ്റെ റെസിപ്പി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സെയിം ഡിസൈൻ അതിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മുടെ ബ്രൗണി എല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സെയിം മെഷർമെൻറ്റ് എടുത്ത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണി ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ ഉള്ളിലത്തെ ടെക്സ്ചർ ഞാൻ ഒരെണ്ണം മുറിച്ച് കാണിച്ചു തരാം കേട്ടോ. കണ്ട മുകൾഭാഗം നല്ല ക്രിസ്പിയും നല്ലൊരു തിക്കായിട്ടുള്ള ടെക്സ്ചറാണ്. കണ്ട നല്ല ഫഡ്ജി ആയിട്ട് നമ്മൾ കടയിൽ കിട്ടുന്ന അതേപോലത്തെ ടെക്സ്ചറുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രൗണിയാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓളാക്കി വെക്കുക. അപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ സമയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വീഡിയോസും കൂടി ഒന്ന് കണ്ടുവരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.